കൂട്ടുകാരെ, ഇന്നത്തെ കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? വിശേഷപ്പെട്ട ധാന്യം എന്ന കഥയൊന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ? വിശേഷപ്പെട്ട ധാന്യം. ഒരിക്കൽ ഒരിടത്ത് ഒരു ധനികൻ ഉണ്ടായിരുന്നു. ധനികൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടുത്തെ കയ്യിൽ ഉപ്പിടാത്ത ഒരു 6 പിശുക്കനായിരുന്നു. അയാൾ വയലിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൻ്റെ പണിക്കാർക്ക് ന്യായമായ ശമ്പളം പോലും കൊടുക്കുവാൻ അയാൾക്ക് മടിയായിരുന്നു. താനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയാലോ? ആ സമ്പന്നനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. പ്രശ്നം ഇതായിരുന്നു, ഇത്രയും സ്വത്ത് ഉപേക്ഷിച്ച് മരിക്കുക എന്ന കാര്യം അയാൾക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. ഈ വസ്തുത അയാളുടെ ജോലിക്കാരിൽ പലർക്കും അറിയാമായിരുന്നു. ഒരു ദിവസം എന്തോ ആവശ്യത്തിനായി നഗരത്തിലേക്ക് പുറപ്പെട്ട ധനികൻ വഴിക്കുവെച്ച് തൻ്റെ ജോലിക്കാരനെ കാണാനിടയായി. കയ്യിൽ ഒരു കിഴിയും പിടിച്ച് പാട്ടുപാടി സന്തോഷത്തോടെയുള്ള ജോലിക്കാരൻ വരവ് കണ്ട് ധനികൻ ചോദിച്ചു, എന്താ, വളരെ സന്തോഷത്തിലാണല്ലോ. കയ്യിൽ എന്താണൊരു കിഴി? വല്ല നിധിയുമാണോ? മുതലാളി, ഞാൻ ഭാഗ്യവാനാ. ഇത് നിധി തന്നെയാണ്, അമൂല്യവും അപൂർണവുമായ നിധി. നീ കാര്യം എന്താണെന്ന് വച്ചാൽ പറയേ. ജിജ്ഞാസയോടുള്ള മുതലാളിയുടെ ചോദ്യം കേട്ട് ജോലിക്കാരൻ ഗമയിൽ പറഞ്ഞു, മുതലാളി, ഇനി എനിക്കൊന്നിനെയും ഈ ഭൂമിയിൽ പേടിക്കാനില്ല. കാരണം മരിക്കാതിരിക്കാനുള്ള ഒരു ദാനം ലഭിച്ചിരിക്കുന്നു. അതാണ് ഈ കിഴി. മരിക്കാതിരിക്കാനുള്ള ധാന്യമോ? സത്യമാണോ നീ പറയുന്നത്? പിന്നെ സത്യമല്ലാതെ സംശയമുണ്ടെങ്കിൽ ഇതാ. ജോലിക്കാരൻ തൻ്റെ കൈവശമുള്ള കിഴി ഉയർത്തി അതിനകത്തുള്ള ധാന്യങ്ങൾ കിലുക്കി കാണിച്ചു. മരണത്തെ സദാസമയവും ഭയക്കുന്ന ആ ധനികന് ജോലിക്കാരൻ്റെ കൈവശമുള്ള വിശേഷപ്പെട്ട ധാന്യം കിട്ടിയാൽ കൊള്ളാമെന്നായി. അതിനാൽ അയാൾ പറഞ്ഞു, നീ ആ ധാന്യപ്പൊതി എനിക്കു തരികയാണെങ്കിൽ അതിനെന്തു വില വേണമെങ്കിലും ഞാൻ തരാം. മുതലാളിക്കായതുകൊണ്ട് മാത്രം ഞാൻ തരാം. പക്ഷേ എനിക്ക് 1000 സ്വർണ്ണനാണയം ഇതിനു വിലയായി തരണം. 1000 അല്ല, 10,000 വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്നു ആ പിശുക്കൻ. കാരണം അത് ലഭിച്ചാൽ പിന്നീട് ഒരിക്കലും തനിക്ക് മരണം ഉണ്ടാവില്ലെന്ന് ആയിരുന്നു അയാളുടെ വിശ്വാസം. നഗരത്തിലേക്ക് പുറപ്പെട്ട ധനികൻ ജോലിക്കാരനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. 1000 സ്വർണ്ണനാണയം കൊടുത്ത് അവൻ്റെ പക്കലുള്ള കിഴി സ്വന്തമാക്കി. ഭൃത്യൻ ഒരു മൂളിപ്പാട്ടും പാടി സ്വർണ്ണ നാണയങ്ങളുമായി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. പോകുന്ന പോക്കിൽ അവൻ ഇത്രയും കൂടി പറഞ്ഞു, മുതലാളി, ആവശ്യത്തിന് കഴിച്ചോളൂ, പക്ഷേ പരമരഹസ്യമായിരിക്കണം. ഭൃത്യൻ പോയെന്ന് ഉറപ്പുവരുത്തിയ ധനികൻ വീട്ടിൽ കയറി കതകടച്ച് ധാന്യക്കിഴി അഴിച്ചപ്പോൾ ശരിക്കും അമ്പരന്നു. തൻ്റെ വയലിൽ വിളഞ്ഞ അതേ ഗോതമ്പ്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാനാവാതെ ആ പിശുക്കൻ തൻ്റെ ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അയാൾ ചീത്ത വിളിക്കാൻ തുടങ്ങി. എടാ നായേ, എൻ്റെ ഗോതമ്പു തന്നെ എനിക്കു നീ അന്ന് എന്നിൽ നിന്ന് 1000 സ്വർണ്ണ നാണയം തട്ടിയെടുത്ത നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. നടുവഴിയോട് പരാതിപ്പെട്ട് ഞാൻ നിനക്ക് അടുത്ത ശിക്ഷ തന്നെ വാങ്ങിത്തരും. ജോലിക്കാരനാകട്ടെ ഒരക്ഷരവും ഉരിയാടാതെ പുഞ്ചിരി തൂകി നിന്നതേയുള്ളൂ. പ്രശ്നം നാടുവഴിയുടെ മുന്നിലെത്തി. ദൂരഗ്രഹിയും 6 പിശുക്കനുമായ ആ ധനികനോട് പണ്ടേ നാട്ടുവഴിക്ക് ദേഷ്യമായിരുന്നു.
തരം കിട്ടിയാൽ അയാളെ പാഠം പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ അതിനുള്ള അവസരവും കൈവന്നിരിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?